ആരോടാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ഇറിറ്റേഷനാണ്. പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ തുടങ്ങും. അപ്പോൾ ആരോടാണെങ്കിലും പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. എൻ്റെ ചാനലായ പറയേണ്ടത് പറയും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം, എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ. ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമായിരിക്കും. 100-ൽ 80% ആളുകൾക്കും ചിക്കൻ ഇഷ്ടമായിരിക്കും. ചിക്കൻ ഇന്ന് പല രൂപത്തിലായിട്ട് പല മേക്കിങ്ങിലും കൂടി പല വിഭവങ്ങളായി നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പല ടേസ്റ്റ് വർദ്ധിപ്പിച്ച്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോഴൊന്നും ചിന്തിക്കില്ല. ആ ടേസ്റ്റ് കാരണം ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നതേ ഇല്ല. പക്ഷെ ആ ടേസ്റ്റിൻ്റെ പുറകിൽ നാച്ചുറലായിട്ടല്ലാത്ത ടേസ്റ്റിൻ്റെ പുറകിൽ കെമിക്കൽ ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ചിക്കനെ കൊണ്ടുപോകുമ്പോൾ കാണുമ്പോൾ ഒരു എന്താ പറയുക, കഴിക്കാൻ ടെൻഡൻസി ഉണ്ടാവുമല്ലോ, കഴിക്കും. അത് എന്ത് കെമിക്കൽ ഇട്ടാലും ശരി കഴിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറയാനുള്ള കാരണം, ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു വർക്കിന് പോയപ്പോൾ, ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു ചായ കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ഹോട്ടലിൽ കയറി. ഒരു തട്ടുകൂട്ട് ഹോട്ടലാണ്. അതായത് സ്ഥിരത അല്ല എന്ന് തോന്നും. അവിടുത്തെ ആ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥിരമായിട്ട് നിൽക്കാവുന്നൊരു ഹോട്ടലല്ല എന്ന് തോന്നിപ്പോവും. സ്ഥലം പറയണില്ല, ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയണില്ല. അവിടെ ഞങ്ങൾ 2 ചായക്ക് ഓർഡർ കൊടുത്തു. അപ്പോൾ ചായക്ക് ഓർഡർ കൊടുത്ത സമയത്ത് എൻ്റെ മുന്നിൽ, അതായത് ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വലിയൊരു ബേസിൽ ചിക്കന് കൂട്ടിയിട്ടുണ്ട്. കഴുകിയിട്ട് ചിക്കൻ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ കഴുകിയെങ്കിലും അതിലെ വെള്ളം ഇങ്ങനെ ഊറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തിയില്ലാത്തൊരു കഴുകൽ പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ ഫ്രണ്ട് അത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനത് വാച്ച് ചെയ്തു, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന്. അപ്പോൾ പുള്ളി ആ ചിക്കൻ കൊണ്ട് അടുത്ത ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുവച്ചു. അപ്പോൾ അടുത്ത ഒരു പാക്കറ്റ്, ഒരു പെട്ടി, ചെറിയൊരു പെട്ടി എടുത്തു. അതിന് മുന്നേ എന്തോ ഒരു വൈറ്റ് പൊടിയിട്ടുണ്ട്. അത് മൈദയാണോ അതോ വേറെ എന്താണോ അറിയില്ല. അത് ഞാൻ കണ്ടിട്ടില്ല, എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു വെള്ളപ്പൊടി ഉണ്ട്, മൈദ ആയിരിക്കും എന്ന് വിചാരിക്കണം. അത് ഇട്ടു. പിന്നെ ഈ പെട്ടി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി എന്താണ് ഈ പൊട്ടിക്കണതെന്ന്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആളറിഞ്ഞപ്പോൾ അത് അവിടുന്ന് മെല്ലെ മാറ്റിയിട്ട് ബാക്കിൽ കൊണ്ടുവച്ചു. അപ്പോഴെനിക്ക് കാണാം, സൈഡിലേക്ക് ഒന്നുകൂടി എനിക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അവർ മാസ്ക് ചെയ്തുകൊണ്ടാണ് ആ പെട്ടിയിൽ നിന്ന് പൊടികൾ ഇങ്ങനെ പൂശുണ്ട്. കുറച്ച് പൂശിയിട്ട് ആൾ എടുത്തു വെച്ചു. പെട്ടി ചെറിയൊരു പെട്ടിയാണ് എടുത്തു വെച്ചു. പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്, നല്ലോണം മിക്സ് ചെയ്ത് ആ ചിക്കൻ അത് ഇട്ടിട്ടില്ല. ചിക്കൻ ഇടുന്നതിന് മുന്നേ മൊത്തം മിക്സ് ചെയ്തിട്ട് നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം തോന്നിക്കും വിധത്തിലുള്ള ഒരു പൗഡറാണത്, കെമിക്കൽ പൗഡറാണ്. അതിട്ട് കഴിഞ്ഞ് പുള്ളി ആ പെട്ടി എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ചെറിയൊരു പെട്ടിയാണ്. അപ്പോൾ അത് നല്ല മിക്സ് ചെയ്ത് എടുത്തപ്പോൾ ചുവന്ന ശരിക്കും മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല മസാല ചേർത്ത് വെച്ച് കൂട്ടാക്കിയിട്ട് ആൾ റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ ചിക്കൻ അതിലേക്ക് പർപ്പസ് ചെയ്യുന്നത്. എന്നിട്ട് ചിക്കൻ കൂട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ അത് അവർ പൊരിച്ചിട്ട് ആർക്കോ വേണ്ട രൂപത്തിൽ പൊരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടുമിക്ക കടകളിലും ഈ കെമിക്കൽ രാസവസ്തു ചേർത്തിട്ടാണ് ചിക്കനും മറ്റുള്ള വിഭവം തയ്യാറാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് ലാഭം എന്ന് പറയുന്നത്? അവർക്ക് മറ്റുള്ളതിലേക്ക് തിരിയണ്ട, മുളക് പൊടി പൊടിപ്പിക്കണ്ട, മഞ്ഞൾപ്പൊടി ഒന്നും നോക്കണ്ട, ഈ ഒരൊറ്റ പെട്ടി മതി എന്ന് തോന്നുന്നു. ചെറിയ പൈസ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അതിലേക്ക് തിരിയുന്നത്. പക്ഷേ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എത്ര പേരാണ് ഇതിന് അടിമപ്പെട്ട് മാരകമായ അസുഖങ്ങൾ വന്ന് അടിമപ്പെട്ട് കിടക്കുന്നത്? അത് ഇവർ ചിന്തിക്കുന്നുണ്ടോ? ദിനം പ്രതി നമ്മുടെ ഇന്ത്യയിൽ ക്യാൻസർ എന്ന മാരക അസുഖം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഓരോ കെമിക്കൽ ഓവറായിട്ട് ശരീരത്തിൽ എത്തുമ്പോഴായിരിക്കാം. എന്തായാലും നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് പുറത്തേക്ക് വരും. അപ്പോൾ അത് കെമിക്കൽ അധികമായിട്ട് യൂസ് ചെയ്യുമ്പം നമുക്ക് ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അത് പല രൂപത്തിലും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഈ കടകൾ, ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന
ആളുകൾ ഇത് ചെയ്യുമ്പോൾ വളരെ വിഷമമുണ്ട്. നിങ്ങൾ ഒരാൾക്ക് നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ കൃത്യതയോട് കൊടുക്കുക. എപ്പോഴും എങ്ങനെയാണോ കൃത്യതയോട് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലറിയാം ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ 100% നിങ്ങൾക്ക് മനസ്സിൽ അതറിയാം. അതറിഞ്ഞുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ യൂസ് ചെയ്യല്ലേ. എത്രയോ കൊച്ചുങ്ങളും ആളുകളും ഫാമിലികൾ ആര് വന്നാലും ഈ ഒരു സംഭവം കാണുമ്പോൾ ഓർഡർ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു വസ്തു ഉണ്ടാക്കി വെക്കല്ലേ. നിങ്ങൾ മാന്യമായിട്ട് നല്ല ഭക്ഷണം കൊടുത്തുകൂടെ? എന്താണ് നിങ്ങൾക്ക് അതിനുള്ള പൈസ മേടിച്ചോ? പൈസ ആകും എന്ന് വിചാരിച്ച് നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കല്ലേ. ആളുകൾ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും അത് വാങ്ങിച്ച് കഴിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കെമിക്കലിട്ട് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ടേസ്റ്റ് പൗഡർ മറ്റെന്തും ചേർത്ത് കഴിഞ്ഞാൽ അത് ആളുകൾ എത്ര വില കൊടുത്തും കഴിക്കും. അത് ഷുഗറാണ് കാര്യം. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾക്ക് ഈ നാച്ചുറലായിട്ടുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ചെയ്തുവിടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ട് ചെയ്തുവിടുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? അതൊരു വശത്ത്. അടുത്തത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഷവർമ്മ. നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിലും എങ്ങനെ പോവുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും അവർ ഡിസ്പ്ലേ വെച്ചിരിക്കുക. റോഡ് സൈഡിലായിരിക്കും ആ സാധനം പെർഫോം ചെയ്യാൻ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. തൂക്കിയിടുമ്പോൾ ആളുകൾ കാണുമ്പോൾ കുഴപ്പമില്ല ഒരു ഷവർമ്മ കഴിച്ചാലോ എന്നൊരു ടെൻഡൻസി ഉള്ളിൽ വരാൻ വേണ്ടിയും കൂടിയാണ് അങ്ങനെ ഒരു പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ മൊത്തം ഒരു വൃത്തിയിലൂടെ ചെയ്യൂ. നിങ്ങൾ ആ ഷവർമ്മ തൂക്കിയിടുമ്പം ഗ്ലാസ് എന്ന് പറഞ്ഞ സംഭവം പുറത്തേക്ക് ഉണ്ടാവാറില്ല. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് അവിടെ പാടില്ല. പക്ഷെ എന്നാലും ആ ഒരു പോർഷൻ തിരിച്ച് വെച്ചുവിടെ. നിങ്ങൾക്ക് തിരിച്ച് വെച്ചിട്ട് ഓപ്പൺ ആക്കാം. ഗ്ലാസ് എല്ലാം മൂടിക്കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ അകത്തൂടെ കാണാം. പക്ഷെ നിങ്ങളെന്ത് ചെയ്യുന്നത്? പുറത്ത് ഓപ്പൺ ആക്കിയിടും. ആളുകൾ ചുമയ്ക്കുമ്പോഴും തുപ്പുമ്പോഴും വണ്ടികൾ പോകുകയും മറ്റ് എല്ലാ കെമിക്കലും അല്ലെങ്കിൽ എല്ലാ മാലിന്യങ്ങളും അതിൽ പറ്റി പിടിക്കുകയാണെന്നുള്ള നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് ഒരു നല്ല വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാലും അത് ആളുകൾക്ക് താല്പര്യമുള്ളതായി എവിടെയാണെങ്കിലും കഴിക്കും. പക്ഷെ നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഓപ്പണാക്കി പുറത്തേക്കിടല്ലേ. പുറത്തേക്കിടുമ്പോൾ എത്ര അണുക്കളും മറ്റുള്ള കീടനാശിനി എല്ലാ സംഭവങ്ങളും റോട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും അതിലേക്ക് പറ്റി പിടിക്കുമെന്ന് 100% ഉറപ്പാണ് ആ കാര്യം. ഇനിയിപ്പോൾ അത് മേക്ക് ചെയ്യുന്ന ഇടയിലായിരിക്കും ആരെങ്കിലും ഒന്ന് സംസാരിക്കുക. അയാൾ തുമ്മുകയായി ചുമക്കുക ചെയ്യുമ്പോൾ സ്വാഭാവികം ഇതിലുള്ള ആ കണികകൾ എന്തായാലും അതിൽ വരും. പക്ഷെ അത് അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന്. ഒന്ന് ഉള്ളിലേക്കാക്കി ചെയ്തുകൂടെ? ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഴിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഹോട്ടൽ നോക്കി കഴിക്കുക. വൃത്തി ഉണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്തറിയാൻ പറ്റും കെമിക്കലാണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ ഭക്ഷണം കഴിയുന്നതും നമ്മൾ വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ വെള്ളം അത് ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്തിട്ടാണെന്നെല്ലാം പറയുന്നുണ്ട്. ഒട്ടുമിക്ക ഹോട്ടലിലും പൈപ്പിൽ നിന്ന് പച്ചവെള്ളം എടുക്കുക, കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പൂർണ്ണമായും തിളച്ച വെള്ളം ഏതൊരു ഹോട്ടലിൽ കൊടുക്കണില്ല എന്നാണ് എൻ്റെ അറിവിൽ തോന്നുന്നത്. കൊടുക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം ഇതെല്ലാം കൊടുക്കുമ്പോൾ ആളുകൾ ദാഹിക്കുമ്പോഴും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഹോട്ടലിൽ വന്ന് കയറുന്നത്. അവിടെ നിങ്ങൾ കഴിക്കുമ്പോൾ അസുഖം വരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സാധനവും ആ വ്യക്തി കൊടുക്കരുത്. നല്ല വൃത്തിയോടെ കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്നത് അതിനുള്ള പൈസ മേടിക്കുക. ആളുകൾ തയ്യാറാണ്, തരാതിരിക്കില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുമ്പോൾ പാചകം ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന ഹോട്ടലിൽ നിന്നും നല്ലവണ്ണം തിരക്കും കച്ചവടം ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും കച്ചവടം കുറയില്ല. അത് എവിടെയാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കെമിക്കൽ ഒഴിവാക്കുക. നല്ല പൊടികൾ ഉപയോഗിച്ച് മഞ്ഞപ്പൊടിയാണ്, മുളകും പൊടി, എല്ലാ പൊടികളും നല്ല പൊടികൾ ഉപയോഗിച്ച് ശുദ്ധമായിട്ട് പാചകം ചെയ്യാൻ നോക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു സംതൃപ്തി കിട്ടും. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് പറയും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരാം.
നമസ്കാരം, വണക്കം.